കണക്ട് വർക്ക് സ്കോളർഷിപ്പിന് അപേക്ഷ നൽകിയിരുന്നവർക്ക് 2000 രൂപ 2 മാസത്തെ പൈസ ഒന്നിച്ച് ഇന്നലെ മുതൽ അക്കൗണ്ടിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്റെ മകളും അപേക്ഷ നൽകിയിരുന്നു, അവൾക്കും പൈസ ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായി തന്നെ പറയുന്നത്. കണക്ട് വർക്കിന് അപേക്ഷ നൽകിയിരുന്നവർ നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിക്കുക. ധാരാളം ആളുകൾ അപേക്ഷ നൽകാത്തവരായുണ്ട്. കാരണം പൈസ കിട്ടുമോ, ഇതൊക്കെ പറ്റിപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് അപേക്ഷ നൽകാതിരുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങൾക്ക് വലിയ നഷ്ടമായി പോയി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ മാസം 1000 രൂപ ഒരു മാസത്തെ പൈസ വന്നിരുന്നു. ഇപ്പോ 2 മാസത്തെ പൈസ 2000 രൂപ ഒന്നിച്ചാണ് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. അപേക്ഷ നൽകിയിട്ടില്ലാത്തവർക്ക് ഇനിയും അപേക്ഷ നൽകാൻ അവസരമുണ്ട്. ഇതിനൊരു ലാസ്റ്റ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. 9 കാര്യങ്ങളാണ് അപേക്ഷ നൽകാനായി വേണ്ടത്. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്. 5 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ആളുകൾക്കെല്ലാം അപേക്ഷ നൽകാനായിട്ട് സാധിക്കും. റേഷൻ കാർഡ്, APL BPL അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, മുഴുവൻ ആളുകൾക്കും കൊടുക്കാം. റേഷൻ കാർഡ്, ആധാർ കാർഡ്, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട 2 സർട്ടിഫിക്കറ്റുകളുമാണ് വേണ്ടത്. അതിലൊന്ന് ടെക്നിക്കൽ കോഴ്സുകൾ എന്തെങ്കിലും പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു പ്രത്യേക ഫോം ഉണ്ട്. ആ ഫോം ഓൺലൈൻ സെന്ററുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് വാങ്ങി നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന്, സ്ഥാപന മേധാവിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുകയും പ്ലസ് ഒരു ഡിക്ലറേഷനും കൂടി ചേർത്ത് കൊടുക്കുകയും ചെയ്യണം. ടെക്നിക്കൽ കോഴ്സുകളൊന്നും അല്ല പഠിക്കുന്നത്, ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ PSC പ്രിപ്പയർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ PSCയുടെ ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയതിനു ശേഷം ഏറ്റവും അവസാനം നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്പർ വെച്ചിട്ടുള്ള നിങ്ങളുടെ അപേക്ഷയുടെ PDF അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പ്ലസ് ബാങ്ക് പാസ്ബുക്ക്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപേക്ഷയോടൊപ്പം നൽകേണ്ടത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഇനി ആർക്കെങ്കിലും അപേക്ഷ നൽകണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ പറഞ്ഞ രേഖകളെല്ലാം അയച്ചു തന്നാൽ അത് ചെയ്ത് തരുന്നതായിരിക്കും. അപേക്ഷ നൽകിയിട്ടില്ലാത്തവർ എത്രയും വേഗം അപേക്ഷ നൽകുക. അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്ന ആളുകൾ പൈസ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ചുരുക്കം ചില ആളുകൾക്ക് ഒരുപക്ഷെ പൈസ കിട്ടിയിട്ടുണ്ടാവില്ല. എന്തെങ്കിലും കൊടുത്ത ഡോക്യുമെന്റ്സിൽ കുറവുണ്ടെങ്കിലോ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലോ ചിലപ്പോൾ നിങ്ങളുടെ അപേക്ഷ തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ അത് റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. അത് എത്രയും വേഗം നിങ്ങളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് അതും പരിഹരിക്കേണ്ടതാണ്.